ഹേയ്, ഒരു ചെറിയ ചോദ്യം. നിങ്ങളുടെ ബില്ലിൽ ഇത് കണ്ടിട്ടുണ്ടോ? GST ആഡഡ്. പക്ഷേ അതിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഒരു ദിവസം രാഹുൽ ഷോപ്പിങ്ങിന് പോയി. അവൻ ചോക്ലേറ്റുകൾ വാങ്ങി, കുറച്ച് സ്നാക്സും വാങ്ങി, പിന്നെ കുറച്ച് ഡ്രിങ്ക്സും എടുത്തു. എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. പക്ഷേ പിന്നെ ബില്ല് വന്നു. രാഹുൽ അത് ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ അവനൊരു വിചിത്ര കാര്യം കണ്ടു. ബില്ലിൽ ഒരധിക തുക ചേർത്തിരിക്കുന്നു. GST. രാഹുൽ ഒന്ന് ആലോചിച്ചു. ഒരു മിനിറ്റ്. ഞാൻ ചോക്ലേറ്റ് വാങ്ങി, ഞാൻ സ്നാക്സ് വാങ്ങി, ഞാൻ ഡ്രിങ്ക്സ് വാങ്ങി. പക്ഷേ GST എന്ന പേരുള്ള ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാനിതിന് പണം കൊടുക്കുന്നത്? ഈ പണം എവിടേക്കാണ് പോകുന്നത്? GST ശരിക്കും ഒരു അധിക ചാർജ് മാത്രമാണോ? ഈ പണം യഥാർത്ഥത്തിൽ ആർക്കാണ് കിട്ടുന്നത്? പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ഇത് കൊടുക്കേണ്ടത്? അതിന്റെ ഉത്തരം നിങ്ങൾ കരുതുന്നതിലും രസകരമാണ്. കാരണം GST ഒരു സാധാരണ ചാർജ് അല്ല. അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നികുതി സംവിധാനങ്ങളിലൊന്നാണ്. അതിന്റെ പിന്നിലെ കഥയറിയുമ്പോൾ നിങ്ങൾ അതിശയിക്കും. GSTയുടെ മുഴുവൻ കഥയറിയാൻ ഫുൾ വീഡിയോ കാണൂ. ഇപ്പോൾ തന്നെ എന്റെ ചാനലിൽ കാണാം. കൂടുതൽ അക്കൗണ്ടിംഗ് സ്റ്റോറീസ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.